ഹായ് ഹലോ വെൽക്കം ടു റയാസ് കിച്ചൻ. വളരെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പിന്നെ ഒരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മാസം, ഒരു 10 months എബോ ആയെന്ന് തോന്നുന്നു. എന്തായാലും പോട്ടെ, ഞാൻ ആദ്യം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ഈ കടപ്ലാം ചക്ക കൊണ്ടിട്ടുള്ള ഒരു മസാല കറിയാണ്. മസാല കറി അല്ലെങ്കിൽ ഒരു മപ്പാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് സംഭവം, നമ്മുടെ കടപ്ലാം ചക്ക. നമ്മളിപ്പം മിക്ക വീടുകളിലും ഇതൊരു സീസണാണ്. ഇപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സീസണാണ്. നമുക്ക് കടകളിലും വഴികളിലും ഒക്കെ ഇത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ചെറുതായിട്ട് പീസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തെ ആ പൂ കണക്കുന്ന ഭാഗമൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു വലിപ്പത്തിൽ വേണം നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കറിവേപ്പില. ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, അതൊരു വലിയൊരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക്, മഞ്ഞൾ പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ മസാലപ്പൊടി, കടുക്, പിന്നെ അതുപോലെ തന്നെ ഇതിനെ കൊണ്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് അരച്ച് വെച്ചിരുന്നത് നേരത്തെ, അതിൻ്റെ ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ. പിന്നെ വേണ്ടത് നമുക്ക് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ വേണം. അതുപോലെ തന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് മതി, അത് എരിവ് മതി. പിന്നെ തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാം പാല്, തലപ്പാലും 2ാം പാലും, അത് ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ എടുത്ത് വെച്ച് ആ 1 സ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് സവാള ഓരോന്നോരോന്നായിട്ട്, സവാളയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കൂട്ടത്തിൽ ഒരുമിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉപ്പ് ഞാൻ ആ ഒരു ഷോട്ട് ഇതിലേക്ക് ഇടാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അത് ഞാൻ എന്തായാലും പറയുകയാണ്, ഈ ഒരു സമയത്ത് കഴിഞ്ഞ് നമ്മുടെ സവാള പെട്ടെന്ന് സോട്ടായി വഴഞ്ഞു വരും. അതുകൊണ്ടാണ് ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. കാര്യം ആ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് സവാളയിലും പച്ചമുളകിലൊക്കെ നമുക്ക് ആദ്യം പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കറിക്കൊരു ടേസ്റ്റ് കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഇനി നമുക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ആ കടപ്ലാം ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് മൂടി വെക്കണം. ഞാൻ അധികം ലാഗിക്കുന്നില്ല, അതുകൊണ്ട് ആ സ്പീഡിലങ്ങ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഒരു 5 മിനിറ്റ്സ് മൂടി വെച്ച് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് വേവിക്കാം. വീണ്ടും 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ്, ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾ പൊടിയും, ഒപ്പം തന്നെ നമ്മളുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. മഞ്ഞൾ പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് 2ാം പാല്, തലപ്പാലല്ല 2ാം പാല്, അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കും. അപ്പോൾ അതും കൂടെ വേവിച്ചെന്ന് കഴിഞ്ഞ് നന്നായിട്ട് ഒരു കുറുക്ക തീയിലൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പാലൊഴിച്ച് നമ്മളൊന്ന് വേവിക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ മൂടി വെച്ച് കണക്ക് തന്നെ വീണ്ടും ഇതൊന്ന് മൂടി വെക്കാം. അപ്പം അതവിടെ കിടന്ന്, ആ ചെറു തീയിൽ അതവിടെ കിടന്ന് വേകട്ടെ. നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ആ പോർഷനെ ഓടിച്ചു വിട്ടേക്കാം, വെറുതെ ലാഗ് ചെയ്തിട്ടല്ലോ കേട്ടോ. ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ്സും കൂടെ ഒന്ന് വെച്ചിട്ട് പെട്ടെന്ന് കുറച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് കുറുക്കുക, വെള്ളമെല്ലാം പറ്റി കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി വേണ്ടത് അതിൻ്റെ അകത്തോട്ട് നമുക്ക്
നമ്മുടെ തലപ്പാല്. അതിന് മുമ്പ് നമ്മൾ കുരുമുളക് പൊടി, അത് ആവശ്യത്തിന് ചേർത്താൽ മതി. കാര്യം ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പച്ചമുളക് 4 5 ഇട്ടിട്ടുണ്ട്. എരിവ് കുഞ്ഞു കുട്ടികൾക്ക് കഴിക്കുന്നത് എരിവ് അനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തലപ്പാല്, 1-ാം പാല്, അതൊഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാര്യം ഇത് നമ്മൾ ആ പാലിൽ നന്നായിട്ട് ഇതൊന്ന് ജോയിൻ്റ് ആകണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അതിലെല്ലാം ആ തലപ്പാലെല്ലാം എല്ലാം കയറി പിടിച്ച് അബ്സോർവ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് അതിൽ ഇരിപ്പോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ്സും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഞൊഴി വരുന്നതൊക്കെ കണ്ട് പേടിക്കേണ്ട, പിരിഞ്ഞു പോകും അങ്ങനൊന്നുമില്ല. ഇത് മസാല ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. അല്ലാതെ തലപ്പാല് ചേർത്തിട്ട് തിളപ്പിക്കേണ്ട എന്നൊന്നും വിചാരിക്കേണ്ട, ഒരു കുഴപ്പമില്ല. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? തിളച്ച് മറിയുന്നു. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും അത് ആ ചൂടിൽ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ചോറെടുത്തിട്ടുണ്ട്. ഈ ചോറിലേക്ക് ഞാൻ നമ്മുടെ കടപ്ലാം ചക്ക മസാലക്കറി, അല്ലെങ്കിൽ പെരളൻ, അല്ലെങ്കിൽ മപ്പാസ് എന്നൊക്കെ പറയാം നമുക്ക്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നാടൻ ഭക്ഷണമാണ്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ചെമ്മീൻ പൊടി ഇല്ലേ നമ്മുടെ, അതും കൂടെ കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാലോ. ഇതാ ചെമ്മീൻ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കടപ്ലാം ചക്ക മസാലക്കറി അതും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ട് നല്ല ചൂടുണ്ട്. കൈ നന്നായിട്ട് കൊള്ളുന്നുണ്ട്. അത് ചോറും ചൂടാണ്, കറി ഇപ്പം ഇവിടെ എടുത്തങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ. നന്നായിട്ട് കൈ കൊള്ളുന്നുണ്ട്. ഞാനിത് എന്തായാലും കാണിച്ചു തരാം. നല്ല പൊതിപ്പിച്ചു തരാം. കണ്ടില്ലേ? മീനിൻ്റെ മണം തന്നെ, മസാലയുടെ മണം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. പുതിയ ജനറേഷന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഒപ്പീനിയനൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചു. എല്ലാവർക്കും മെസ്സേജ് അയച്ചവർക്കും വിളിച്ചവർക്കും എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഇനി ഇതുപോലെ തന്നെ കെയർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം. ബൈ.